എന്തുട്ടടപ്പനെ എന്ത് ചേട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് അനുകരിക്കുന്ന ചില ആളുകൾ. ഇത് വലിയ ശല്യമല്ലോ. ഈ പിന്നാലെ വരാൻ ഇതെന്താ ഇത്? എൻ്റെ പിൻഗാമിയാ? ഹായ്, എൻ്റെ പേര് ലിയ. ഇപ്പം എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പം എല്ലാ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. പക്ഷെ ചിലർ അത് സ്വയം കളഞ്ഞു കുളിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്താണെങ്കിലും നമ്മുടെ ഈ ലൈഫ് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് പേര് അത് സ്വയം ഇല്ലാതെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഇമിറ്റേറ്റിംഗ് അല്ലേ? മറ്റുള്ളവർ ചെയ്യുന്നത്, അതായത് അവരുടേതായ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി അതുപോലെ ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതേ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അയാൾ ചെയ്തു ഉടനെ ഇത് ചെയ്തു, അങ്ങനെ ഒരു ഇമിറ്റേറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്റ്റോപ്പ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരുതരം ആത്മഹത്യയല്ലേ? മറ്റുള്ളവരെ നമ്മൾ അതേപടി അനുകരിക്കുക വഴി ശരിക്കും ഞാൻ എല്ലാം കൊല്ലുകയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ഒരുതരം ആത്മഹത്യയാണ്. വേണമെങ്കിൽ വേറൊരു കാര്യം പറയാം, അതൊരു മിമിക്രി ആണല്ലേ? മിമിക്രിയിൽ അങ്ങനെയല്ലേ? മറ്റുള്ളവരെ അനുകരിക്കുക അല്ലേ? അപ്പോൾ ഒരുതരം മിമിക്രിയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ വളരെ മോശമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടേതായൊരു സെൽഫ് ഡെവലപ്മെന്റ് വേണം അല്ലേ? അപ്പം സ്റ്റോപ്പ് ഇമിറ്റേറ്റ് അതേഴ്സ് ആൻഡ് ബി യു. നമ്മൾ നമ്മളായിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ബി യുവർ സെൽഫ് ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ്. അപ്പം ഒരിക്കലും ആരുടെയും ഫോട്ടോ കോപ്പി ആവാതിരിക്കാം. നമ്മുടെ സ്വന്തം എഫേർട്ട് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയമായിട്ട് ഫോക്കസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതല്ലേ സൂപ്പർ ആവുക അല്ലേ? ബി ഡിഫറെന്റ്.